അനു എൻ്റെ കൂട്ടുകാരിയായിരുന്നു. എല്ലാവർക്കും സഹായം ചെയ്യുന്ന, ചിരിക്കുന്ന, എല്ലായ്പ്പോഴും സ്ട്രോങ് ആയി കാണപ്പെടുന്ന ഒരു വ്യക്തി. വീട്ടിലും സമൂഹത്തിലും ജോലിയിലും എല്ലാവരും അവളെ ധൈര്യമുള്ളവളെന്ന് വിളിച്ചു. അവൾക്കും അതിലൊരുപാട് അഭിമാനം തോന്നി, സന്തോഷം തോന്നി. കാരണം മറ്റുള്ളവർക്ക് മുന്നിൽ തകർന്നു കാണിക്കാൻ അവൾ ഒരിക്കലും പഠിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഓഫീസിൽ നടന്ന ഒരു ചെറിയ സംഭവം അവളെ കുലുക്കിക്കളഞ്ഞു. ഒരു മീറ്റിങ്ങിൽ അവൾ ഒരാശയം പറഞ്ഞു. അപ്പോൾ ഒരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതോ അത്ര വലിയ കാര്യമൊന്നുമല്ല, യാതൊരു ഉപകാരവുമില്ലാത്ത ഒരാശയം. അതൊരു സാധാരണ കമൻറ്റ് മാത്രമായിരുന്നു. കേട്ടവരെല്ലാം മറന്നുപോയി. പക്ഷേ അനുവിന് ആ നിമിഷം ഒന്നും പറയാനായില്ല. അവളുടെ തൊണ്ട മുറുകി, ഹൃദയം വേഗത്തിൽ മിടിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വാഷ്റൂമിലേക്ക് അവൾ പോയി. അവിടെ ചെന്നപ്പോൾ എന്തിനാണ് അവിടെ വന്നതെന്ന് പോലും അറിയാതെ അവൾ നിസ്സഹായയായി നോക്കി നിന്നു. കണ്ണാടിയിലേക്ക് നോക്കി, അവളെ തന്നെ നോക്കി. എന്തിന്? ചെറിയ കാര്യത്തിന് ഞാൻ ഇത്ര വേദനിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീക്കായിപ്പോയി? അതൊക്കെ കടന്നുപോയ കാര്യമല്ലേ? അവൾ ചിന്തിച്ചു. പക്ഷേ അത് ആ ദിവസത്തെ വേദന മാത്രമല്ലായിരുന്നു. അവളുടെ ഉള്ളിൽ പണ്ടേ ഉറങ്ങിയിരുന്ന ഒരു കുഞ്ഞിൻ്റെ വേദനയായിരുന്നു. ബാല്യത്തിൽ അനു ഒരു ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അവൾ മനസ്സ് വെച്ച് വരച്ച ചിത്രമെടുത്ത് സന്തോഷത്തോടെ വീട്ടിൽ കാണിച്ചു. പക്ഷേ അവൾ പ്രതീക്ഷിച്ച സ്നേഹമുള്ള ഒരു നോട്ടം കിട്ടിയില്ല. ഒരു നല്ല വാക്ക് പറയുന്നതിന് പകരം, ഇതൊന്നും പോരാ, ഇതുകൊണ്ടിരുന്നാൽ പോരാ, നീ പഠിക്കണം, എങ്കിലേ നിനക്ക് നല്ല നിലയിലെത്താനാവൂ എന്നായിരുന്നു ഉപദേശം. പക്ഷേ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അത് മറ്റൊരർത്ഥത്തിലാണ് പതിഞ്ഞത്. ഞാൻ മതിയാകുന്നയാളല്ല, ഞാൻ നല്ലതൊന്നും ചെയ്യില്ല, ഞാൻ അഥവാ എന്തെങ്കിലും ചെയ്താലും മറ്റുള്ളവർ എന്നെ അംഗീകരിക്കില്ല. ആ നിമിഷം കുഞ്ഞിന് കരഞ്ഞു തീർക്കാനായിരുന്നില്ല. ആ വേദന പറയാനായില്ല. അവൾ ചോദിക്കുന്നതൊന്നും ആരും കേട്ടതുമില്ല. അവളുടെ മനസ്സ് ആ അനുഭവത്തെ എടുത്ത് ഒരു മുറിയിൽ വെച്ച് പൂട്ടി. വാതിൽ പൂട്ടി, താക്കോൽ അവളുടെ ഉള്ളിൽ തന്നെ വെച്ചു. ജീവിതം മുന്നോട്ട് പോയി. പക്ഷേ ആ മുറി ഇല്ലാതായില്ല, വേദന മരിച്ചില്ല, അത് ഉറങ്ങിക്കിടന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ആ ഓഫീസിലെ ഒരു ചെറിയ കമൻറ്റ്, ഇത് യൂസ്ഫുൾ ആകില്ല, ആ ഒരു വാക്ക് അവളുടെ പഴയ മുറിയുടെ വാതിൽ തട്ടിയതുപോലെയായിപ്പോയി. അപ്പോഴാണ് പഴയ വേദന ഉണർന്നത്. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാറില്ലേ? നിങ്ങളുടെ അനുഭവം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പക്ഷേ നമ്മൾ വിചാരിക്കണം നമ്മളെ മാറ്റിയെടുക്കാൻ. നമ്മൾ പലപ്പോഴും ഇന്നത്തെ സംഭവത്തിന് മാത്രമല്ല പ്രതികരിക്കുന്നത്. ഇന്നത്തെ സംഭവത്തിലൂടെ പഴയ അനുഭവം വീണ്ടും ജീവിക്കുകയാണ്. ഒരു ശബ്ദമായി, ഒരു അവഗണനയായി, ഒരു താരതമ്യമായി, ഒരു നിഷേധമായി, ഒരു തള്ളിപ്പറച്ചിലായി. ഇവ ഇപ്പോഴത്തെ സംഭവങ്ങളാണെങ്കിലും അവയകത്ത് കിടക്കുന്ന പഴയ മുറിവിനെ തൊടുമ്പോൾ വേദന ഇരട്ടിയാകും. അതിനാലാണ് ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകാത്തത്. ഇത്ര ചെറിയൊരു കാര്യം, ഇതെന്തിനാണ് എന്നെ ഹർട്ടാക്കിയത്? കാരണം ഹർട്ട് ഇപ്പോഴത്തേതല്ല, അത് ട്രിഗറായതാണ്. വേദന പഴയതാണ്. ചിലർക്കത് അവഗണനയിൽ നിന്നാണെങ്കിൽ മറ്റു ചിലർക്ക് നിരന്തരം കേട്ട കുറ്റപ്പെടുത്തലുകളിൽ നിന്നാവാം. ചിലർക്കത് താരതമ്യത്തിൽ നിന്നാണ് എങ്കിൽ മറ്റു ചിലർക്ക് പൊതുവിൽ അപമാനിക്കപ്പെട്ട ഓർമ്മകളിൽ നിന്നാണ്. ചിലർക്കത് സ്നേഹം വേണ്ടിടത്ത് കിട്ടാത്തത് ആയിരുന്നുവെങ്കിൽ ചിലർക്കത് ജീവിതത്തിൽ പലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന നിശബ്ദതയിൽ നിന്നായിരിക്കും. ബാല്യത്തിൽ കേൾക്കാത്ത കരച്ചിലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് കരച്ചിലുകൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരുമ്പോൾ അതൊരു സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്നത്. ഒരു വാക്ക് കേട്ടാൽ മതി, ഒരു മുഖഭാവം കണ്ടാൽ മതി, ഒരു അവസ്ഥ ആവർത്തിച്ചാൽ മതി, പഴയ പ്രോഗ്രാമിംഗ് വീണ്ടും സ്വിച്ച് ഓൺ ആകും. പിന്നെ നമ്മൾ കരയും, വേദനിക്കും, ഒളിച്ചിരിക്കും, ദേഷ്യപ്പെടും, അല്ലെങ്കിൽ പൂർണ്ണമായും മിണ്ടാതെയാകും. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ കമൻറ്റ് ബോക്സിൽ. പക്ഷേ ഇതൊന്ന് കേൾക്കൂ, ഇതൊന്നും നിങ്ങൾ ദുർബലരാണ് എന്നതിൻ്റെ തെളിവല്ല.
നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇനിയും ആശ്വസിക്കപ്പെടാനുള്ള ഹീലിംഗ് നടത്തപ്പെടേണ്ട ഒരു ഭാഗമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇത് ഹീല് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ അനുവദിക്കാൻ പറ്റൂ. മറ്റൊരാളല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും. ഓർമ്മിക്കുക, മറ്റൊരാൾക്ക് നമുക്ക് വഴി പറഞ്ഞു തരാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ അവനവനാണ് സ്വയം മാറേണ്ടത്. സ്വന്തം ഉള്ളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. സ്വന്തം ഉള്ളിലാണ് കാഴ്ചപ്പാട് മാറേണ്ടത്. ഇവിടെ ഇനിയും സ്നേഹം വേണം. ഇവിടെ ഇനിയും കേൾക്കപ്പെടാത്ത ഒരു കുഞ്ഞുണ്ട്. ഇവിടെ ഇനിയും മാപ്പ് ലഭിക്കാത്ത അനുഭവമുണ്ട്. ഇവിടെ ഇനിയും കുറ്റബോധമുണ്ട്. ഇവിടെ ഇനിയും നിങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുവാനുള്ള സമയമെത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള അവസരമാണിത്. അതുകൊണ്ട് അടുത്ത തവണ പഴയ വേദന ട്രിഗറായാൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുതേ. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയേ വേണ്ട. പകരം നിശബ്ദമായി ചോദിക്കൂ, ഇപ്പോൾ വേദനിക്കുന്നത് ഇന്നത്തെ ഞാനാണോ അതോ പഴയ ഞാനാണോ? ഇപ്പോൾ കരയുന്നത് ഈ നിമിഷത്തിലെ പ്രശ്നം കൊണ്ടാണോ അതോ ബാല്യത്തിൽ എനിക്ക് കേൾക്കാതെ പോയ, എന്നെ കേൾക്കാൻ ആളില്ലാഞ്ഞ അവസ്ഥയിൽ ഞാൻ അനുഭവിച്ച പ്രശ്നത്താലാണോ? എനിക്കിപ്പോൾ വേണ്ടത് പ്രതികരിക്കലാണോ അതോ അകത്തുള്ള എൻ്റെ വേദനകൾ ഇല്ലാതാക്കലാണോ? ഈ 3 ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ തുറക്കും. പിന്നീട് നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ഇങ്ങനെ പറയൂ, എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ ഉള്ളിലെ കുഞ്ഞ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ ബാല്യത്തിൽ എനിക്ക് സുഖകരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതന്നത്തെ അനുഭവമാണ്. പക്ഷേ ഇന്ന് അത് പറഞ്ഞ് എന്നെ തളർത്താൻ ഞാൻ ആളല്ല. പഴയത് മായ്ച്ചു കളയലല്ല, പഴയ വേദന വീണ്ടും വരുമ്പോൾ അത് സഹിക്കലല്ല. ഒരിക്കൽ നമുക്ക് ഒറ്റയ്ക്ക് കരയേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇനി മുതൽ നമുക്ക് നമ്മോടൊപ്പം ഇരുന്ന് ആരും സഹായത്തിനില്ലാതെ വന്നാലും നമ്മളെ ശാന്തരാക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ നിമിഷം മുതൽ ഏറ്റെടുക്കുകയാണ്. അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്. നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെല്ലാം തന്ന് നിങ്ങളെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുവാൻ പ്രാപ്തമാക്കിയ നിമിഷത്തിനാണ് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ് നടത്തേണ്ടത്. നന്ദി പറയുക. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു എങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോ കാണേണ്ട അവസ്ഥയുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ വോയിസ് കേൾക്കാനിടയായാൽ, അത് നിങ്ങളുടെ ഒരു മാറ്റം സൃഷ്ടിക്കാനിടയായാൽ ഈ നിമിഷത്തിന് നന്ദി പറയൂ. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷത്തിനാണ്. ആവർത്തിച്ച് പറയുക, ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ നിധി എൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിന് നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.